ഹലോ, ഇത് ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നതാണ്. എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി, അതുകൊണ്ട് കാണിക്കുന്നതാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. 350 റുപ്പീസാണ് കേട്ടോ ആയത്. അതിൽ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത ഉടനടി നമുക്ക് ഫ്രൂട്ട്സ് അതിൽ ഇടുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം. ഇത് അതിൻ്റെ ചാർജർ അത്യാവശ്യം, അതായത് ഉപയോഗിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുക കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു സമയത്ത് ജ്യൂസ് കുടിക്കണമെന്ന് തോന്നി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണോണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ഇതിന് മാക്സിമം ഒരു ലെവലുണ്ട്. ആ മാക്സിമം ലെവലിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇത് കുറച്ച് കൂടുതലാണ്, ഞാനത് മാറ്റിയിരുന്നു കേട്ടോ വെള്ളം. പിന്നെ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല അത് മിക്സ് ചെയ്ത്, അതായത് ജ്യൂസ് ആയതിന് ശേഷം വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ തന്നെ ഇട്ട് അടിക്കരുത്. ഇത് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ജാറ് വെച്ച് അതിൽ ഗ്രൈൻഡിങ് ചെയ്യുന്ന ഇത് വെച്ചിട്ട് അതടിക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ ഈ പവർ ബട്ടണാണ് അവിടെ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. അത് ഇത് കണ്ടോ, ആ സൈഡിൽ കണ്ടോ. ഇതാണ് എൻ്റെ പവർ ബട്ടൺ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് വർക്ക് ചെയ്യും. ഒരു എത്ര സെക്കൻഡാണ് ഞാൻ ഓർക്കുന്നില്ല, മാക്സിമം അത്രയും സെക്കൻഡ്സ് അത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇതാണ് ചാർജർ, ചാർജ് ചെയ്യാനുള്ള സ്പോട്ട്. അത്യാവശ്യം നല്ലതാണ്. ഹോസ്റ്റൽ യൂസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 350 റുപ്പീസിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഗ്രൈൻഡ് ചെയ്യുന്ന പോർഷൻ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്.